യേശുവിൽ പ്രിയരെ, ഈശോമിശിഹായിക്കും സ്തുതിയായിരിക്കട്ടെ. പ്രിയമുള്ളവരെ, കൂടെ ഒരാളുണ്ടെങ്കിൽ നമ്മൾ ബലം വളരെ വലുതാണ്. കൂടെ വസിക്കുന്ന ഒരു ദൈവത്തെ തിരിച്ചറിയുന്ന ഒരു കാലഘട്ടമാണ് നോയമ്പിൻ്റെ കാലഘട്ടം എന്ന് പറയുന്നത്. ഒരു മാസക്കാലമായിരിക്കാം, 40 ദിനങ്ങളായിരിക്കാം കടന്നുപോയിക്കൊണ്ടിരിക്കുമ്പോൾ ഈ നോയമ്പിൻ്റെ കാലഘട്ടത്തിൽ ഇന്നേ ദിനം, ഈ വ്യാഴാഴ്ച വൈകുന്നേര ദിനത്തിൽ വെള്ളിയാഴ്ച ദിവ്യബലി മധ്യേ ഉപയോഗിക്കാൻ പോകുന്ന വചനഭാഗത്തെ നമ്മൾ വിചിന്തനം ചെയ്യുമ്പോൾ ദൈവം എത്രത്തോളം കരുണയുള്ളവനാണ്. ദൈവം എത്രത്തോളമാണ് നമ്മളെ സ്നേഹിക്കുന്നത്, നമ്മളോട് കരുണ കാണിക്കുന്നത്. നമ്മൾ ദൈവത്തോട് ചേർന്ന് നിൽക്കുവാനായിട്ട്, അവിടെ നമ്മോടൊപ്പം ആയിരിക്കുവാനായിട്ട് ഭൂമിയിലേക്ക് ആഗതനാകുന്നതും ആ സ്നേഹത്തിൻ്റെ ബലത്തിൽ തന്നെയാണ്. ആ സ്നേഹത്തെ തിരിച്ചറിയുവാനായിട്ട് എനിക്ക് സാധിക്കുന്നുണ്ട്. നമ്മുടെ ജീവിതങ്ങൾ എത്രത്തോളം വലുതായെന്ന് പറഞ്ഞാലും, എത്രത്തോളം ഉയർന്നെന്ന് പറഞ്ഞാലും, ആ ഉയരത്തിൽ നിന്ന് ഭൂമിയിലേക്ക് ആഗതനായിരിക്കുന്ന സ്വർഗത്തിൽ നിന്ന്, സ്വർഗത്തിൻ്റെ കവാടങ്ങൾ കടന്ന്, സ്വർഗത്തിൻ്റെ ഇരിപ്പിടങ്ങൾ ഉപേക്ഷിച്ച്, സ്വർഗത്തിൻ്റെ അധികാരങ്ങൾ ഉപേക്ഷിച്ചുകൊണ്ട് ഭൂമിയിലേക്ക് വന്ന് തന്നെ ശൂന്യനാക്കിയ കാലിത്തൊഴുത്തിലും അതേപോലെ തന്നെ കാൽവരി മലയുടെ നെറുകയിലും നമ്മളെ സ്നേഹിക്കുന്ന ഒരു ദൈവത്തെ നമുക്ക് അനുഭവിച്ചറിയാൻ സാധിക്കുന്നുണ്ട്. നമ്മുടെ ഏറ്റവും വലിയ ദാരിദ്ര്യാവസ്ഥ, ഇന്ന് ക്രിസ്ത്യാനികളുടെ ഏറ്റവും വലിയ ദാരിദ്ര്യാവസ്ഥ എന്ന് പറയുന്നത് ആഗതനായ കർത്താവിനെ തിരിച്ചറിയാൻ സാധിക്കാത്തതാണ്. കൂടെയുള്ളവൻ്റെ ബലം മനസ്സിലാക്കാൻ സാധിക്കാത്തതാണ്. മറ്റു പലതിൻ്റെയൊക്കെ പുറകെ നമ്മൾ യാത്ര തിരിച്ചുകൊണ്ടിരിക്കുകയാണ്. അതെല്ലാം കരസ്ഥമാക്കുവാനായിട്ട് എല്ലാത്തിൻ്റെയും പുറകെ യാത്ര തിരിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സമൂഹത്തോട് ദൈവമായ കർത്താവ് ആഹ്വാനം ചെയ്യുകയാണ്. നിന്റെ തെറ്റുകുറ്റങ്ങളൊക്കെയും ഞാൻ മനസ്സിലാക്കുന്നു എന്ന് പറയുകയാണ്. നിന്റെ അകൃത്യങ്ങളൊക്കെ എനിക്കറിയാം, പക്ഷെ നീ ഒന്ന് ദൈവത്തിന് മുമ്പിൽ അനുദപിച്ചാൽ മതി, ദൈവത്തിന് മുമ്പിൽ മാപ്പപേക്ഷിച്ചാൽ മതി. കർത്താവ് എനിക്ക് തെറ്റുപറ്റിപ്പോയെന്ന് പൂർണ്ണമായ ഹൃദയത്തോടെ ദൈവത്തോട് പറയുവാൻ നിനക്ക് സാധിക്കുന്നുണ്ട്. ഇന്നത്തെ സുവിശേഷത്തിലേക്ക് കടന്നു വരുമ്പോൾ യേശു പറയുകയാണ്, ഇപ്രകാരമാണ്. എന്താണ് ഏറ്റവും പ്രധാനപ്പെട്ട കൽപ്പന എന്ന് പറയുന്നത്? എന്താണ് പ്രധാനപ്പെട്ട കൽപ്പന എന്ന് പറയുന്നത്? നിന്റെ ദൈവമായ ഇസ്രായേലെ കേൾക്കുക. നിന്റെ ദൈവമായ കർത്താവാണ് ഏക കർത്താവ്. നിന്റെ ദൈവമായ കർത്താവിനെ പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ ആത്മാവോടും പൂർണ്ണ മനസ്സോടും പൂർണ്ണ ശക്തിയോടും കൂടെ സ്നേഹിക്കുക എന്നാണ് പറയുന്നത്. അതോടൊപ്പം തന്നെ നമ്മൾ കേൾക്കുന്ന വേറൊരു കാര്യം എന്ന് പറയുന്നത് അതേപോലെ തന്നെ പ്രധാനപ്പെട്ട ഒരു കൽപ്പനയാണ്. എന്താണെന്നാണ് പറയുന്നത്? നിന്നെപ്പോലെ നിന്റെ അയൽക്കാരനെ സ്നേഹിക്കുക എന്ന്. ഇത് ചോദിച്ച നിയമത്തിനോട് യേശു പറയുകയാണ്. അവൻ പറയുക, അതിനൊക്കെ കാത്തുപാലിക്കുന്നുണ്ട് എന്ന് പറഞ്ഞ ശേഷം അവൻ പറയുന്നത്, ഇത് നിന്റെ വായെന്ന് കേൾക്കുമ്പോൾ ഞങ്ങൾക്ക് വളരെ സന്തോഷമുണ്ടെന്ന് പറയുമ്പോഴേക്കും ഈശോ ഈശോയോട് അവൻ പറയുകയാണ്, ഇത് കേൾക്കാൻ സന്തോഷമുണ്ട്, ഞാനിതൊക്കെ പാലിക്കുന്നുണ്ട്. ഈശോ ഈ കാര്യം അവനോട് പറയുമ്പോൾ ഈശോ അവനോട് പറയുന്നൊരു കാര്യമുണ്ട്, നീയും സ്വർഗരാജ്യത്തിൽ നിന്ന് അകലെയല്ല എന്ന്. പ്രിയമുള്ളവരെ, ഇന്ന് ആരെ വേണമെങ്കിലും കുറ്റം വിധിക്കാം, ആരുടെ കാര്യങ്ങൾ വേണമെങ്കിലും നമുക്ക് വ്യാഖ്യാനിക്കാൻ പറ്റുന്ന രീതിയിൽ നമുക്ക് വ്യാഖ്യാനിച്ച് ദുർവ്യാഖ്യാനങ്ങളിലേക്ക് നമുക്ക് നയിക്കാം. പക്ഷേ ദൈവസ്നേഹം എന്നും പവിത്രമാണ്. ആ ദൈവത്തിൻ്റെ സ്നേഹം നിനക്ക് തിരിച്ചറിയാൻ സാധിക്കുന്നു. ഈ രാത്രി കടന്നു പോകുമ്പോൾ, നാളെ വിശുദ്ധ ബലിക്കായി നീ അണയുമ്പോൾ ആ ദൈവസ്നേഹത്തിലേക്കാണ് നീ ഓടി അണയുന്നതെന്നുള്ള ബോധ്യം നിനക്കുണ്ട്. അതേപോലെ തന്നെ ദൈവസ്നേഹത്തിൽ നിന്ന് നിനക്ക് ലഭിക്കുന്നതായ കർത്താവിൻ്റെ സ്നേഹത്താൽ നിന്നെ കഴുകി വിശുദ്ധീകരിച്ച് കരുണയാൽ പൊതിഞ്ഞ് ഒരു പുതിയ ജീവൻ നയിക്കുവാനായിട്ട് നാളത്തെ പ്രഭാതം ദൈവത്തിൻ്റെ സ്നേഹം നിന്നെ ഉണർത്തി എഴുന്നേൽപ്പിക്കുമ്പോഴേക്കും ആ ദൈവസ്നേഹത്തിൽ ജീവൻ നയിക്കുവാനായിട്ട് സാധിക്കുന്നുണ്ട്. ഇനി തുടർന്നുള്ള സമയങ്ങളിൽ നീ ദൈവസ്നേഹത്തോടുകൂടെ സഹോദരങ്ങളെ കാണുവാനായിട്ടും സഹോദരങ്ങളെ രമ്യപ്പെടാൻ പറ്റാത്ത ഈ മേഖലകളിൽ അവരോട് സംസാരിക്കുവാനായിട്ടും അവരുടെ കുറ്റകൃത്യങ്ങളിലേക്ക് നോക്കുവാനല്ല, അവരുടെ കരവിരുതുകളിലേക്ക് നോക്കുവാനായിട്ടല്ല, അവരാകുന്ന വിഗ്രഹങ്ങളിലേക്ക് നോക്കുവാനായിട്ടല്ല, പക്ഷേ അവരിലൂടെ ദൈവത്തിലേക്ക് നോക്കുവാനായിട്ട് നിനക്ക് സാധിക്കുന്നുണ്ട്. ഈ ഒരു പ്രഭാതം വളരെ പ്രധാനപ്പെട്ടതാണ്. സഹോദരങ്ങളെ, വളരെ നല്ല രീതിയിൽ ജീവിക്കുവാനായിട്ട് ദൈവം നമ്മൾ വിളിക്കുകയാണ്. ദൈവത്തിൻ്റെ കൂടെയാണോ നീ വസിക്കുന്നത്? ഈ നോയമ്പിൻ്റെ കാലഘട്ടത്തിൽ ഉപവാസമൊക്കെ നീ പ്രഖ്യാപിച്ച് ഇപ്പോൾ 3 ആഴ്ചയോളായി കഴിഞ്ഞു. ഉപവാസ പ്രഖ്യാപനം കഴിഞ്ഞിട്ട് നീ ദൈവത്തോടു കൂടെയാണ് വസിക്കുന്നത്. നീ എവിടെയാണ് വസിക്കുന്നത്? എവിടെയാണ്? ആ കായനോട് ചോദിച്ച അതേ ചോദ്യം തന്നെ ദൈവമായ കർത്താവ് നമ്മൾ ഓരോരുത്തരും ചോദിക്കുക, മനുഷ്യ കുലത്തോട് ചോദിക്കുകയാണ്, എവിടെ ഇതിൻ്റെ സഹോദരൻ? നമ്മൾ പറയാനുള്ള വാക്യത്തിലുള്ളിൽ ഇതിൻ്റെ സഹോദരൻ്റെ കാവൽക്കാരനാണ് അങ്ങനെയാണെന്ന് ചോദിക്കാറുണ്ട്. പക്ഷേ കാവൽക്കാരൻ തന്നെയാണ്. ഈ ഭൂമിയിൽ നമുക്ക് ഒറ്റയ്ക്ക് നിന്ന് ജീവിക്കാനായിട്ട് സാധിക്കില്ല. ഒരു സഹോദരൻ നമുക്ക് ആവശ്യമാണ്, സഹോദരങ്ങൾക്ക് ആവശ്യമാണ്. അവരോട് സഹകരിക്കുക.
അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കും. നമ്മൾ കുറ്റം വിധിക്കുന്നവരുണ്ടായിരിക്കും, നമ്മൾ അറിയാതെ കുറ്റം വിധിക്കുന്നവരുണ്ടായിരിക്കും. പക്ഷെ അവർക്ക് വേണ്ടിയൊക്കെ നമുക്ക് പ്രാർത്ഥിക്കാം. നമുക്ക് അവരെ ചേർത്ത് വയ്ക്കാം. നമ്മളും സ്വർഗരാജ്യത്തിന് അകലപ്പെടാതിരിക്കുവാനായിട്ട്. അവരെ കുറേ കുറ്റങ്ങളുള്ളവരായിരിക്കും, പക്ഷെ അവരെ ചേർത്ത് വയ്ക്കാം. അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. അവരെ ദൈവം അനുഗ്രഹിക്കട്ടെ. സർവശക്തനായ ദൈവം നിങ്ങളെല്ലാവരെയും, കേൾക്കുന്ന എല്ലാവരെയും സർവശക്തനായ ദൈവം സ്വർഗത്തിൻ്റെ അനന്ത സമ്പൂർണ്ണതയിൽ നിങ്ങളെ അനുഗ്രഹിക്കുമാറാകട്ടെ. സ്വർഗരാജ്യം വിട്ടുപോകാതിരിക്കുവാനായിട്ട് അവിടുത്തെ കൃപയാൽ നിങ്ങളെ പൊതിയട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ.